ഷിജു നേരത്തെ ഷിജുവിന്റെ ഫാദറെ വിളിച്ചപ്പോ കൂടെ പോയി. ഹലോ കൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും കൂട്ടിയ പ്രൊമോ. എൻ്റെ പൊന്നോ, നമ്മുടെ പാവൻ ലച്ചു ഉണ്ടല്ലോ സിദ്ധുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടേ, സിദ്ധു ഞാൻ സാരി ഉടുത്തിട്ട് വരാം, എന്നെ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്ത് തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധു, എന്താ ലച്ചു ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ, എന്താണ്, ഞാൻ എടുത്തു തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ലച്ചു സാരി ഉടുക്കാൻ വേണ്ടി മുറിയിൽ പോകുന്നു. സാരിയെ കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ട് പുറത്തേക്ക് വരുമ്പോൾ സിദ്ധുവിനെ കാണുന്നില്ല. അപ്പൊ സിദ്ധുവിനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ കേശ് പറയുന്നുണ്ട്, സിദ്ധുവിളി എന്റെ അച്ഛൻ വിളിച്ചുകൊണ്ടും പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ലച്ചു മുറി കയറി സാരിയൊക്കെ മാറി തിരികെ വരോട്ടോ. അവിടെ സോഫയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സിദ്ധു വീണ്ടും വരും, ലച്ചൂസേ ഞാൻ വന്നു, ലച്ചൂസ് പോയി സാരി എടുത്തിട്ട് വാ, ഞാൻ ഫോട്ടോ എടുത്ത് തരാം എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ വീണ്ടും നമ്മുടെ ലച്ചു പോയി സാരി ഉടുത്തിട്ട് വരുന്നു. അപ്പോഴും സിദ്ധുവിനെ കാണുന്നില്ല കേട്ടോ. ചെന്നു പെടുന്നത് നമ്മുടെ ഭവാനി മുമ്മയുടെയും നമ്മുടെ സിദ്ധുവിന്റെ അമ്മയുടെയും മുന്നിലായിരിക്കും. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, ഈ സാരിയെ കൊടുത്ത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ലച്ചു, ഏയ് എങ്ങോട്ടും ഇല്ല, വെറുതെ ഉടുത്തതാ എന്നും പറഞ്ഞ് അപ്പൊ തന്നെ മുറിയിലേക്ക് കയറി സാരി മാറിയിട്ട് വീണ്ടും വന്ന് ദേഷ്യത്തിൽ സോഫയിൽ ഇരിക്കുവാണേ. അപ്പൊ സിദ്ധു വരോട്ടോ. സിദ്ധു വന്നിട്ട്, ലച്ചൂസേ ഞാൻ പിന്നെയും വന്നു, ഇപ്രാവശ്യം എന്തായാലും എന്റെ പണിയൊക്കെ തീർന്നു, ഞാനിപ്പോ ഫുൾ ഫ്രീ ആണ്, ലച്ചൂസ് പോയി സാരി ഉടുത്തിട്ട് വാ, നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നുണ്ട്. ലച്ചു വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഓട്ടോ സാരിയെ കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ട് വരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇവർ പുറത്തേക്ക് പോകുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും നമ്മുടെ സിദ്ധുവിനെ ആരോ വിളിക്കുന്നുണ്ട്. സിദ്ധുവിന്റെ അമ്മയാണോ നമ്മുടെ ഭവാനി മുമ്മയാണോ എന്ന് മനസ്സിലാവുന്നില്ലേ. എന്തായാലും മൊത്തത്തിൽ പണി വാളുന്ന രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. കാത്തിരിക്കാട്ടോ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.